ഫ്രണ്ട്സ്, ലേൺ പ്രോഗ്രാമിംഗ് മലയാളം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോയിൽ ഇതൊരു പുതിയൊരു സീരീസാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ കൺസെപ്റ്റ്സ് ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ട്യൂട്ടോറിയൽ സീരീസ് അല്ല, മറിച്ചൊരു കൺസെപ്റ്റ്സ് ഓരോ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന പല ടെക്നോളജീസിൻ്റെയും കൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ സീരീസ് ആയിരിക്കും ഇത്. ഈ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസ് വേഴ്സസ് മൾട്ടി പേജ് ആപ്ലിക്കേഷൻസ് ആണ് വെബിലുള്ള. അപ്പോൾ അത് എന്താണെന്നും അത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു മൾട്ടി പേജ് വെബ് ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്നുള്ള കാര്യം നോക്കാം. ഞാനിവിടെ സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻസ് പൈത്തണിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ URL ആണിത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ റീലോഡ് ബട്ടൺ അല്ലെങ്കിൽ റീലോഡിൻ്റെ ഐക്കണിൽ ശ്രദ്ധിക്കുക. ഞാൻ പിന്നെ ഒരു പുതിയൊരു ക്വസ്റ്റ്യൻ്റെ ലിങ്ക് ഇവിടെ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് കാണാം ഈ റീലോഡ് ബട്ടൺ രണ്ടാമത് പേജ് റീലോഡായി ഓരോ ക്ലിക്കിലും. ഇപ്പം ഞാനിവിടെ ഒന്നും കൂടി ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റീലോഡ് സംഭവിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ ലിങ്ക് ക്ലിക്കിലും പുതിയൊരു പേജ് അഥവാ ഈ ഒരു HTML കംപ്ലീറ്റ്ലി ലോഡാവുന്ന ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസിനെ പറയുന്ന പേരാണ് മൾട്ടി പേജ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ അത് നമുക്കിവിടെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ HTML ഇവിടെ കംപ്ലീറ്റ്ലി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു ലിങ്ക് ഞാനിവിടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ കാണാം ഇത് ഫുൾ ആക്ച്വലി രണ്ടാമതാണ് ലോഡായിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ നെറ്റ്വർക്ക് ടാബ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വന്നിരിക്കുന്ന ജാവാസ്ക്രിപ്റ്റ്സ് അല്ലെങ്കിൽ ഇമേജസ് ഒക്കെ കാണാം. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ഓരോ റിക്വസ്റ്റിലും റീലോഡ് സംഭവിക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇതിൽ ലോഡാവുന്ന ഇമേജ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ്സിനൊക്കെ നമുക്ക് ക്യാഷിംഗ് ഉണ്ട്. ബ്രൗസറിലായാലും സെർവർ സൈഡിലായാലും ക്യാഷിംഗ് ഉണ്ട്. എന്നാൽ തന്നെയും മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളൊരു പേജ് എടുക്കാൻ നേരത്ത് ഇതിൻ്റെ HTML കംപ്ലീറ്റ്ലി റീലോഡ് ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിന് പറയുന്ന പേരാണ് മൾട്ടി പേജ് ആപ്ലിക്കേഷൻസ്. പിന്നെ നമുക്ക് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനതിനിവിടെ നമ്മുടെ ആംഗുലാറിൻ്റെ വെബ്സൈറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആംഗുലാർ എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിളിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ ഈ റീലോഡ് ബട്ടൺ ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിവിടെ ഡോക്സ് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം പേജ് ലോഡായി വന്നെങ്കിലും ഇവിടെ ഒരു റീലോഡ് സംഭവിച്ചില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേറൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു കേസിലും റീലോഡിങ് ഇവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഏത് പേജ് എടുത്താലും റീലോഡിങ് സംഭവിക്കുന്നില്ല. അത് നമുക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാനായിട്ട് ഇൻസ്പെക്ട് എലമെൻറ്റ് എടുത്ത് നോക്കാവുന്നതാണ്. ഇത് ഞാൻ വേറൊരു പേജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാം ഇവിടെ ചില പോർഷൻസ് മാത്രമാണ് അപ്ഡേറ്റ് ആവുന്നത്. വേണമെങ്കിൽ നമുക്കൊരു പുതിയ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ചില പോർഷൻസ് അപ്ഡേറ്റ് ആവുന്നതാണ് ഇവിടെ ഒരു ബ്ലിങ്കിങ് പോലെ വന്നിട്ടുള്ളത്. അല്ലാതെ ഒരു കംപ്ലീറ്റ് പേജ് റീലോഡ് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിനെ പറയുന്ന പേരാണ് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതും കമ്പയർ ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസ് കമ്പാരിറ്റീവ്ലി ഭയങ്കര ഫാസ്റ്റാണ്. നമ്മളൊരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ഫീല് നമുക്ക് സിംഗിൾ പേജ് ആപ്ലിക്കേഷനിൽ കിട്ടും. കാരണം നമുക്ക് കംപ്ലീറ്റ് ഒരു പേജ് റീലോഡിങ് അവിടെ നടക്കുന്നില്ല. നമുക്ക് ആവശ്യം വേണ്ട ഡാറ്റ അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റ്സ് മാത്രമേ നമുക്ക് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസിൽ ലോഡാവുന്നുള്ളൂ. അപ്പോൾ ഇതിന് നമ്മുടെ സ്പീഡാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് നമ്മൾ പറയുകയാണെങ്കിൽ. ഇപ്പോൾ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസിനെ പൊതുവെ നമ്മൾ SPA എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കിയാൽ ആദ്യത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക്
സ്പീഡ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. സ്പീഡ് ഇനി നമുക്ക് മൾട്ടി പേജ് ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി സ്ലോ ആണ്. അപ്പോൾ അത് ആണ് ഒരു പ്രധാന വ്യത്യാസം. പിന്നെ മൾട്ടി പേജ് ആപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു ക്യാഷിങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ സ്പീഡാക്കാൻ സാധിക്കും. അപ്പോൾ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസിൽ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റ എടുക്കുന്നത് ഒരു ജേസൺ റിക്വസ്റ്റിലൂടെ ആയിരിക്കും ഡാറ്റ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് എൻഡ് അഥവാ ഈ നമ്മുടെ റിസോഴ്സ് എടുത്താൽ ഈ HTML നമ്മുടെ ബാക്ക് എൻഡ് അതായത് സെർവർ സൈഡ് PHP അല്ലെങ്കിൽ പൈത്തൺ ജാവ അങ്ങനെയുള്ള ബാക്ക് എൻഡ് കോഡിങ്ങും നമുക്ക് ഈ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസിൽ സെപ്പറേറ്റ് ആക്കാൻ സാധിക്കും. അത് ഈ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ HTML ജാവാസ്ക്രിപ്റ്റ് ആ ഒരു സൈഡ് മാത്രം ഡെവലപ്പ് ചെയ്താൽ മതി. അവർക്ക് ഡാറ്റാബേസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഫുൾ REST APIs വഴിയാണ്. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് എൻഡ് അഥവാ സെർവർ സൈഡ് ഡെവലപ്പ് ചെയ്യുന്നത് വേറൊരാളാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. കാരണം അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എൻഡ് എന്നാണ് പറയുന്നത്. ഡീകപ്പിൾഡ് ആണ് ഫ്രണ്ട് എൻഡ്. അതായത് നമുക്ക് ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ല, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഫ്രണ്ട് എൻഡിൽ യൂസ് ചെയ്യുന്ന ഫ്രെയിം വർക്ക്സ് ആണ് ആംഗുലാർ, റിയാക്ട്, JS. ഇതൊക്കെ ഫ്രണ്ട് എൻഡ് ഫ്രെയിം വർക്ക്സ് ആണ്. ഇപ്പോൾ ബാക്ക് എൻഡിലാണെങ്കിൽ നമുക്ക് അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ വരികയാണെങ്കിൽ നമ്മൾ ലാർവലോ അല്ലെങ്കിൽ പൈത്തണോ ഫ്രെയിം വർക്ക്സ് ആണ്, ജാങ്കോ ഒക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് HTML റെൻഡർ ആവുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബാക്ക് എൻഡ് സെർവറിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അത് ശരിക്കും ബാക്ക് എൻഡ് കോഡിംഗ് ആയിട്ട് ടൈറ്റ്ലി കപ്പിൾഡ് ആണ്. അപ്പോൾ അത് ഇതിൻ്റെ മറ്റൊരു ഡ്രോബാക്ക് ആണ്. ഇത് മൾട്ടി പേജ് ആപ്ലിക്കേഷൻസിൻ്റെ മറ്റൊരു ഡ്രോബാക്ക് ആണ്. ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ടൈറ്റ്ലി കപ്പിൾഡ് ആണ്. അപ്പോൾ നമുക്കൊരു രണ്ട് ഡെവലപ്പേഴ്സിനെ വെച്ചാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് ബാക്ക് എൻഡ് അറിയാത്ത ഒരാളാണെങ്കിൽ മൾട്ടി പേജ് ആപ്ലിക്കേഷൻസിൻ്റെ ഡെവലപ്മെൻറ്റ് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമുക്കൊരു സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് അതൊരു കൺസേൺ അല്ല. അതാണ് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ നമ്മൾ വേറെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ SEO, നിങ്ങളിപ്പോൾ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ അഥവാ SEO നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മൾട്ടി പേജ് ആപ്ലിക്കേഷൻസിനാണ് അതിൽ അഡ്വാൻറ്റേജ്. കാരണം ഓരോ പേജും അതിൻ്റെ കണ്ടൻസും എന്തൊക്കെയായിരിക്കണം എന്നുള്ളതൊക്കെ വളരെ മുൻകൂട്ടി തന്നെ നമുക്ക് സെർവറിൽ നിന്ന് ലോഡായിട്ടാണ് ഈ മൾട്ടി പേജ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ മൾട്ടി പേജ് ആപ്ലിക്കേഷൻസിൽ നമുക്ക് SEO ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് കമ്പാരിറ്റീവ്ലി സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ നമ്മുടെ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ഒരു പുതിയ ടെക്നോളജിയാണ് കമ്പാരിറ്റീവ്ലി മൾട്ടി പേജ് ആപ്ലിക്കേഷൻസിൽ. അതിലും SEO ടൂൾസ് ഒക്കെ ഉണ്ട്. എന്നാലും പക്ഷേ കമ്പാരിറ്റീവ്ലി നമുക്ക് അതൊരു പാടാണ്. കാരണം പല സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസിലും അസിൻക്രണസ് ഒക്കെ ആയിട്ടാണ് കണ്ടൻറ്റ് ലോഡാവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കേസിൽ നമുക്ക് ഈ SEO ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി അത്ര എളുപ്പമല്ല. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൾട്ടി പേജ് ആപ്ലിക്കേഷൻസ് പണ്ട് മുതലേ ഉള്ള കാര്യമാണ്. അപ്പോൾ അതിൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ലോട്ട് ഓഫ് ഫ്രെയിം വർക്ക്സ്
നമുക്ക് ഒരുപാട് ഫ്രെയിം വർക്ക്സ് അവൈലബിൾ ആണ്. പിന്നെ ഒരുപാട് നല്ല ബെസ്റ്റ് പ്രാക്ടീസസ് അതെല്ലാം നമുക്ക് ഈ മൾട്ടി പേജ് ആപ്ലിക്കേഷൻസിൽ അവൈലബിൾ ആണ്. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജാങ്കോ നമുക്ക് യൂസ് ചെയ്യാം. ലാറവൽ PHP-യിലാണെങ്കിൽ ലാറവൽ യൂസ് ചെയ്യാം. റൂബിയിലാണെങ്കിൽ റെയിൽസ് യൂസ് ചെയ്യാം. അങ്ങനെ ജാവയിലാണെങ്കിൽ സ്പ്രിങ്, അങ്ങനെ ഒരുപാട് നല്ല വെബ് ഫ്രെയിം വർക്ക്സ് മൾട്ടി പേജ് ആപ്ലിക്കേഷൻസിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഫ്രെയിം വർക്ക്സിനെയൊക്കെ നമുക്ക് REST APIs വഴി ഒരു സിംഗിൾ പേജ് ആപ്പിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതിൽ റെൻഡർ ആവുന്നതൊക്കെ നമുക്ക് ഒരുപാട് നല്ല ബെസ്റ്റ് പ്രാക്ടീസസ് പണ്ട് മുതലേ ഉള്ളതുകൊണ്ട് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങളൊരു കോഡ് സെർച്ച് ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾക്ക് കൂടുതലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള റിസോഴ്സസും അല്ലെങ്കിൽ ലൈബ്രറീസൊക്കെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മൾട്ടി പേജ് ആപ്ലിക്കേഷൻസിനകത്തായിരിക്കും. കമ്പാരിറ്റീവ്ലി ആംഗുലറോ അല്ലെങ്കിൽ റിയാക്റ്റ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഇതിൽ നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറിച്ച് ഒരു മൾട്ടി പേജ് ആപ്ലിക്കേഷൻസിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം. പക്ഷെ ജാവാസ്ക്രിപ്റ്റ് ഒരു മസ്റ്റ് അല്ല. ജാവാസ്ക്രിപ്റ്റ് ഇല്ലാതെയും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ എന്താ കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസിൽ നമുക്ക് ലേറ്റസ്റ്റ് ബ്രൗസേഴ്സാണ്. അപ്പോൾ അത് സിംഗിൾ പേജ് ആപ്ലിക്കേഷനിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ് ടു ഡേറ്റ് ജാവാസ്ക്രിപ്റ്റ് ആണ്. ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ബ്രൗസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പഴയ വേർഷനൊന്നും ഈ സിംഗിൾ പേജ് ആപ്ലിക്കേഷനിൽ സപ്പോർട്ട് ചെയ്യുന്നതല്ല. പക്ഷേ നമുക്കൊരു മൾട്ടി പേജ് ആപ്ലിക്കേഷൻ സംബന്ധിച്ചോളം അത് ഓൾഡർ വേർഷൻ ഓഫ് ബ്രൗസേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കമ്പാരിറ്റീവ്ലി തമ്മിലുള്ള രണ്ട് പ്രധാന വ്യത്യാസങ്ങൾ. പിന്നെ നമ്മൾ ഇതിലിപ്പോൾ ഏത് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ്റെ നേച്ചർ പോലെ ഇരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് സിംഗിൾ പേജ് ആപ്ലിക്കേഷനാണ്. നമ്മൾ സിംഗിൾ പേജ് ആപ്ലിക്കേഷന് വേണ്ടി ബാക്ക് എൻഡിൽ ഡെവലപ്പ് ചെയ്യുന്നത് APIs ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ APIസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റ് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തു APIs വെച്ചിട്ട്. നിങ്ങൾക്ക് ആ APIs നിങ്ങൾക്ക് ഇപ്പോൾ ആ സെയിം വെബ് ആപ്ലിക്കേഷൻ്റെ ഒരു മൊബൈൽ ആപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ സെയിം APIs നിങ്ങൾക്ക് അതിലേക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരേ സമയം ബാക്ക് എൻഡിൽ ഒറ്റ കോഡ് കൊണ്ട് തന്നെ നിങ്ങളുടെ വെബ്സൈറ്റും മൊബൈൽ ആപ്ലിക്കേഷനും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറിച്ച് നിങ്ങളൊരു മൾട്ടി പേജ് ആപ്ലിക്കേഷൻ API ഒന്നും ഇല്ലാതെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ഒരിക്കലും ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് അത് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ അതിനു വേണ്ടി വീണ്ടും APIs എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ ബേസിക്കലി ഇതൊക്കെയാണ് നമ്മുടെ സിംഗിൾ പേജ് ആപ്ലിക്കേഷനും മൾട്ടി പേജ് ആപ്ലിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ഇതിൻ്റെ സ്പീഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിതിപ്പോൾ എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഭയങ്കര ലൈവായിട്ടാണ് ഇത് ലോഡായിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ റീലോഡായിരിക്കുന്നത് ഇത് വേറെ വെബ്സൈറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു സിംഗിൾ പേജ് ആപ്പ് അല്ലെങ്കിൽ മൾട്ടി പേജ് ആപ്പ് തമ്മിലുള്ള വ്യത്യാസം. കമ്പാരിറ്റീവ്ലി മൾട്ടി പേജ് ആപ്ലിക്കേഷൻസ് ഒരുപാട് ലൈബ്രറീസും കാര്യങ്ങളും ഉള്ളതുകൊണ്ടും പിന്നെ അത് ഭയങ്കര സ്റ്റേബിളായിട്ടുള്ള ഫ്രെയിം വർക്ക്സാണ് മൾട്ടി പേജ് ആപ്ലിക്കേഷൻസിൽ ഉള്ളത്. അപ്പോൾ കൂടുതൽ സെക്യൂർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇതിൽ ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. കാരണം ഒരുപാട് കൊല്ലത്തെ ഡെവലപ്മെൻറ്റ് കൊണ്ടുണ്ടായിരിക്കുന്ന ഒരുപാട് സ്റ്റേബിളായിട്ടുള്ള ഫ്രെയിം വർക്ക്സ് നമുക്ക് മൾട്ടി പേജ് ആപ്പിൽ നമുക്ക് അത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി സിംഗിൾ പേജ് ആപ്പ് അല്ലെങ്കിൽ മൾട്ടി പേജ് ആപ്പ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ
നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം.